അപ്പോൾ നമ്മുടെ വലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഫിഷർമാൻ. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ നമ്മുടെ ഈ വലയുടെ മറ്റേ നീന്തുന്ന ട്യൂബില്ലേ, അത് വേറൊരു ടീംസ് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അവർക്ക് വലയിടാനായിരിക്കും. അവരപ്പുറത്താണ്, നമ്മളിപ്പുറത്താണ് ഇടുന്നത്. സോ പപ്പ എന്നോട് പറഞ്ഞു പോയി മേടിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം, ശീഘ്രം വരാം. ഗൈസ്, ട്യൂബ് കിട്ടി ഗൈസ്. എന്നെക്കാളും വലിയ ട്യൂബായതുകൊണ്ട് ഒരു വിധത്തിൽ പിടിക്കാം. ഇതാണ് നമ്മുടെ ഡാം. സി ഗൈസ്, ഇതാണ് നമ്മുടെ കൊക്കൊക്കെ പറക്കുന്നുണ്ട്. നമ്മൾ അവിടെയാണ് വലയിടുന്നത്. അവിടെ പപ്പാനെ കാണത്തില്ല. മരത്തിൻ്റെ ഇടയ്ക്ക് എവിടെയോ പപ്പായുണ്ട്. ഓക്കെ, അവിടെ പോവാം നമുക്ക്. വാ. സി ഗൈസ്, പപ്പ ഈസ് വെയിറ്റിംഗ് ഫോർ മീ. 3-4 പേരുണ്ട്. സി, വെള്ളം ഇറങ്ങിയത് ഗൈസ്. ഇവിടം വരെ, ഈ മതിൽ വരെ വെള്ളം വരും. ലൈക്ക് ഇതാ പോകുന്നു പപ്പ. വലയെടുത്ത് പപ്പ പോവുക. ഒരു താറാൻ കുഞ്ഞ് പോകുന്നവരുണ്ടല്ലോ ഗൈസ്. ആടൊക്കെ കരയുന്നുണ്ട്. ആരുടെയാണാവോ? സീ ദ ബേർഡ്സ്. പോയി ഗൈസ്, ഞാനും ഇറങ്ങാൻ പോവാണ്. ഫുൾ ചെളിയാണ്. ബട്ട് അതിങ്ങനെ ആദ്യം കെട്ടഴിച്ചു, എന്നിട്ട് നമ്മളൊരു കമ്പിൽ അത് ഉടക്കും. എന്നിട്ട് ഇട്ടിട്ട് അങ്ങ് പോവും. എന്നിട്ട് അവിടെ ഒരു കമ്പ് കുത്തി അവിടെയും ഉടക്കും. ഇപ്പം നമ്മൾ 6 മണിയായി ഗൈസ്. ഇനി നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, മീൻസ് 8 മണിയാകുമ്പോൾ നമ്മൾ വലയെടുക്കും. ഒരു കൈ കൊണ്ട് തുഴഞ്ഞു പോകുന്ന കണ്ടോ? ഗ്രേറ്റ്. കണ്ടോ, നമ്മൾ വല ഇതിൻ്റെ ഈ കമ്പി കെട്ടി. സി, ഇനി ഇങ്ങനെ, അത് സ്പോഞ്ചാണ്. ദാറ്റ് വൺ ഈ സ്പോഞ്ചൊക്കെ. അപ്പോൾ നമുക്കറിയാം വല അവിടെ കിടപ്പുണ്ടെന്ന്. ഈ സ്പോഞ്ചൊക്കെ പപ്പ തന്നെ മെയ്ഡ്. ഓക്കെ, നമുക്ക് വേണേൽ പപ്പയുടെ കൂടെ ഇങ്ങനെ പോവാം. സി, ചെങ്ങാടമുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ ഈ വള്ളി ഇങ്ങനെ വലിക്കണം കേട്ടോ, അപ്പോൾ ഇതിങ്ങനെ പോവും. സി, ഐ എം ഗോയിങ്. പപ്പയുടെ പുറകിൽ പോയി ഇടിക്കും. സോ വേണ്ട, എന്തിനാ വെറുതെ നമ്മൾ. സി, ഇതൊക്കെ തോട്ടങ്ങളാണ്. വാഴയാന്ന് തോന്നുന്നു. അവിടെ മൗണ്ടെയ്ൻസ്. ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, അവിടെ ഒരു കുഞ്ഞ് കൊട്ടവഞ്ചി കണ്ടോ? ഇവിടെ ആൾക്കാർ വലയിടുന്നതാണ്. സി, പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ക എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് എക്കോ ആയിട്ട് ഇവിടെ അടിക്കും. അതുകൊണ്ട് അടി ഉണ്ടാക്കുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് വന്ന് അടി ഉണ്ടാക്കാൻ പറ്റില്ല. സീ ദ ബേർഡ്സ്. ഓ മൈ ഗാഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒരു വീട്ടിൽ പോവാം, സമയമായില്ലേ. നോക്കൂ ഗൈസ്, നമ്മുടെ പപ്പ അവിടെ എത്തി. ചില സമയത്തുണ്ടല്ലോ കുറേ മീനിങ്ങനെ കൂട്ടത്തോടെ വന്ന്, അത് മെയിനായിട്ട് മറ്റേ മുള്ളനില്ലേ, മുള്ളൻ, അത് ഫുൾ വന്ന് ഇങ്ങനെ ഫുൾ ഇവിടെ ചാടും. ഇവിടെ കണ്ടോ, ലൈക്ക് ദാറ്റ്. അതുപോലെ കണ്ടോ, സി, കണ്ടോ, അതുപോലെ മീൻ ചാടും ഗൈസ്. കുറേ കൂട്ടമായിരിക്കും ഇങ്ങനെ പടപടപടപടാന്നായിരിക്കും ചാടുന്നത്. നല്ല രസമാണ് കണ്ടു നിൽക്കാൻ. അതിനകത്ത് കൊണ്ട് വലയിട്ടാൽ നമുക്ക് ചാകരയായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ വലയിടുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു ഹൈപ്പ്. കണ്ടോ, നമ്മുടെ വല വളഞ്ഞു പോയി. പപ്പ വളച്ചതാണോ അതോ അതിന് ചിലപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാണ്, നമുക്കറിയില്ലല്ലോ. സി,
ബീഡ്സ് ആയിട്ട് കിടക്കുന്ന കണ്ടോ. ഇതെന്താ വല തീരാത്ത ഇത്ര നീളമുള്ള വലയാണോ ഇത്? ഇപ്പം ചാടുവേ, മീൻ ചാടുവേ. കണ്ടോ സി. ഇവിടെ ചാടിയായിരുന്നു. ഞാൻ ക്യാമറ മാറ്റുമ്പോൾ അവർ ചാടും. അവർക്ക് അതെ സി നൈസ്. പപ്പ വരുന്നോടം വരെ നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. സി പപ്പ വരുന്നുണ്ട് ഗൈസ്. ഹി റീച്ച്ഡ്. ഹി ഈസ് ബാക്ക്. വലയിലെല്ലാം കയറിയിട്ടുണ്ടോ പപ്പ? ഇപ്പം കയറില്ല അല്ലേ? എന്തൊക്കെ കിട്ടും മീൻ എന്നറിയോ? കോല കിട്ടും, പരളി കിട്ടും, മുള്ളൻ കിട്ടും. കിട്ടിയോ? സി ഗൈസ്, ഒരു മീൻ കിട്ടി. എന്താ അപ്പം അത്? പരള്. അപ്പം അതിങ്ങനെ പൊട്ടിക്കും ഗൈസ്. പാവം മീൻ. അപ്പോൾ ഫ്രൈ അടിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അത് നമുക്കൊരു ബക്കറ്റിൽ കിടന്നു. പക്ഷേ അതിൽ വെള്ളമൊന്നുമില്ല. ഡാമിലിട്ടാൽ അത് രക്ഷപ്പെട്ടു പോകില്ലേ. ഇങ്ങനെയാണ്. കണ്ടോ സി. അവിടെയുണ്ടോ? ഇല്ല. നമ്മൾ അത്യാഗ്രഹം നമുക്ക് പാടില്ല ഗൈസ്. അപ്പം മീനെ പൊക്കി കാണിച്ചേ. അതാ സി കോല. ഇറ്റ്സ് കോല ഐ തിങ്ക്. കോലയല്ലേ? എൻ്റെ കൈത്താ എറിയല്ലേ പോ. അച്ചടോ ചത്തു. സി എവിടെ കൈ? അതാ. പാവം. വെള്ളത്തിലിട്ട് പോയാൽ പപ്പ എന്നെ പാവം. അത് പോകുന്നുണ്ട് കേട്ടോ, ജീവനുണ്ടായിരുന്നു. സി ഈസ് ബ്രീത്തിങ്. കണ്ടോ പിടയ്ക്കുന്ന കണ്ടോ ഗൈസ്? ഇന്നാണ് നമുക്ക് പരൽ ഫ്രൈ. പക്ഷെ ഇത് വിട്ടാലും ചത്തുപോകും. അല്ലെങ്കിൽ ഞാൻ വിട്ടേനെ സീരിയസ്ലി. കാരണം അത് നെക്കൊക്കെ ഇഞ്ചേർഡാണ്. അപ്പം അടുത്തതും കൊണ്ട് വരുന്നുണ്ട്. അമ്മേ ചാടില്ലെന്ന് തോന്നുന്നു. സി പ്രാണജീവൻ വെടിയുന്നു. കോലാൻ ദിസ് ഈസ് കോലാൻ. അത് ചാടിപ്പോവും. കടിക്കും കേട്ടോ. എന്നെയോ? അമ്മേ കടിച്ചാണ്ടല്ലോ. കടിച്ചാലെന്താ? കടിച്ചാൽ വായിരിക്കും കോലാടെ. ഇതിന് പല്ലുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ നോക്ക്. എൻ്റെ അമ്മേ കടി കിട്ടിയാ കിട്ടി. പിടയ്ക്കണ മീനെ. ഓക്കെ ബൈ. അയ്യോ പപ്പ പരല്. അയ്യോ കോല പോയില്ല. പരല് പോയി കേട്ടോ. ഐ എം റിയലി സോറി. കൂട്ടം വൈകിട്ട് ഒരു 6 മണി കഴിയുമ്പോഴത്തേനും ഇതിവിടെ സ്ഥിരമാണ്. കണ്ടോ എന്തോരാ നോക്കിക്കേ. ഇങ്ങനെ ചാടിപ്പോകും. കണ്ടോ സി. നോക്കി ഗൈസ്, എന്ത് രസമല്ലേ കാണാൻ. ഈ ലിറ്റിൽ തിങ്സൊക്കെ നമ്മളെപ്പോഴും നോട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഓൾവേസ്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ അന്ന് ഞാനൊരു മോട്ടിവേഷൻ കൊടുക്കും. ഇങ്ങനെ ഇടയ്ക്ക് കയറി പറയല്ലേ മമ്മി. അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞെത്തിയത്? ഞാനേ ഈ പപ്പ മരത്തിൽ കൂടെ ട്യൂബ് ലൈറ്റ് ഇട്ട് അതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പപ്പ വന്ന് ഗൈസ്. വലയും കൊണ്ട് പപ്പ വരുന്നുണ്ട്. ലെറ്റ്സ് സീ.
കണ്ടോ ഗൈസ്? എന്തോ ഞാൻ മീൻ കരിഞ്ഞു പോയേനെ. അപ്പൊ ലൈറ്റ് മാറ്റിക്കോ. അപ്പ ലൈറ്റ് ഓഫ് ചെയ്തേ. അയ്യോ പിടയ്ക്കുന്നു. നല്ല ഫ്രഷ്. എന്തോ ഈ മീനിന്റെ കണ്ണ് കണ്ടോ? ഇതാണ് പരൽ. ഈ പരലിന്റെ കണ്ണ് രാത്രി റെഡ് ലൈറ്റ് ആയിരിക്കും.